ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചോറിനൊക്കെ ഉണ്ണാവുന്ന ഒരു മുളക് പുരട്ടിയ ഒരു ചിക്കൻ കറി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കിതിനി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനൊന്നും വെള്ളം ഒഴിച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് നമുക്കിത് എടുക്കാം. ഒരച്ച് 5-6 വെള്ളം നമുക്കിതിൽ ചോര പോകുന്നിടം വരെ കഴുകിയെടുക്കണം. ഞാൻ കഴുകട്ടെ. അതിനാവശ്യത്തിനുള്ള ഉള്ളി, ഇഞ്ചി 1 കൊത്ത്, വെളുത്തുള്ളി 1 മൊത്തം 1 ചുള, 4 സവാള, കുറച്ച് ചുമന്നുള്ളി. ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. സവാള എല്ലാം നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞ് ഇനി ചുമന്നുള്ളി അരിയുക. അത് കീറി ഇങ്ങനെ അങ്ങ് ചെറുതായിട്ട് അരിയുവാണ്. ഇഞ്ചി അരിയുവാണ്. ഇഞ്ചി കുരുകുരാന്ന് കീറിയിട്ട് കുരുകുരാന്ന് അരിയുവാണ്. വെളുത്തുള്ളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിയുക. ഇനി നമുക്കിതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ഇറച്ചിക്കറി വെക്കാൻ ഒരു പാൻ അടുപ്പയിലോട്ട് വെക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ. ഒരു ചെറിയ കറിവേപ്പില, ഇച്ചിരി മസാല, 4 ഏലക്ക, 4 ഗ്രാമ്പു. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് പച്ചമണം പോട്ടെ. നമുക്കിനി സവാള അരിഞ്ഞതിടാം. ഇത് നല്ലതായിട്ട് വഴന്ന് വരട്ടെ. ഉള്ളി വരലാനുള്ള ഉപ്പിടാം. ഇതിനകത്ത് ഇച്ചിരി കരിയാപ്പില ഇടാം.
ഉള്ളി നല്ലതായിട്ടെല്ലാം വഴന്ന് വന്നു. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം. ചിക്കൻ എന്നിട്ട് വഴത്തി എടുക്കാം. നല്ലവണ്ണം ഇളക്കി ഒന്ന് വഴത്തി ഈ ഇറച്ചിയുടെ വെള്ളത്തിലൊന്ന് ഇരുന്നൊന്ന് ഇറച്ചി വേകും. അപ്പോഴത്തേക്കും നമുക്ക് മുളകും മല്ലിയും വറുത്തരച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. അന്നേരം ഒരു നാടൻ ഒരു ഇറച്ചിക്കറിയാണ്, പരണ്ട ഒരു ഇറച്ചിക്കറി. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, രണ്ടും കൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇതിവിടെ ഇരുന്നൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് മുളകും മല്ലിപ്പൊടിയൊന്ന് ചൂടാക്കിയെടുക്കാം. ഇറച്ചി മൂടി വെച്ചേക്കുമായിരുന്നു. അരപ്പെല്ലാം വരത്തി ഇറച്ചി വിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നമ്മളിങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. അതിപ്പോൾ പകുതി വേഗമായി ഇറച്ചി ചിക്കന്. നമുക്കിനി 3 സ്പൂൺ മുളക് പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ചൂടാക്കി അമ്മ എടുത്തതാ. ഇനി അതങ്ങോട്ട് ഇടാം. അതൊന്ന് ഇളക്കി എടുക്കാം. അതുകൊണ്ട് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇനിയും കുറച്ച് മസാലയെല്ലാം കൂടെ പൊടിച്ചത് ചേർക്കാം. ഒരു സ്പൂണിന് ചേർത്തു. ഇതൊന്ന് ഇളക്കി വെക്കാം. ഇനി ഇതൊന്ന് അടച്ച് മൂടി വെക്കാം, കുറച്ചുകൂടെ വേകട്ടെ. ഇവിടെ കറിയെല്ലാം റെഡിയായി. കറിയെല്ലാം റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. നല്ലൊരു കറിയാണ്, ഒരു പരട്ട് കറി. നമ്മുടെ ഇറച്ചിക്കറി എല്ലാം റെഡിയായി. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. നല്ലൊരു ഇറച്ചിക്കറിയാണ്. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.